സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. ഞാൻ ഇന്ന് മറ്റൊരു വീഡിയോയുമായി വരുന്നത് നമ്മുടെ ഒരു കലാകാരൻ, നമ്മുടെ വടക്കഞ്ചേരിയിൽ ഒരു കലാകാരനുണ്ട്. ആ കലാകാരനെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒരുപാട് വേദികളിൽ പാടി ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ നേടിയിട്ടുള്ള അനിലി ഏട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം. ഓക്കെ, വാ. ഹലോ അനിലേട്ടാ, നമസ്കാരം. നമസ്കാരം. അറിയോ? അറിയാം അല്ലേ? അനിലേട്ടൻ അന്വേഷിച്ച് വന്നതാ. രണ്ടു പ്രാവശ്യം ഞാൻ വന്നിരുന്നു. അല്ലേട്ടനെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. തിരക്കായിരിക്കും അല്ലേ? ചെറിയ തിരക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അല്ലേട്ടന്റെ ഒരുപാട് പാട്ടുകൾ പല വേദികളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവാരം? ഇടയായിട്ട് ഇങ്ങനെ ഒരു ചില ചാനലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില പ്രോഗ്രാമുകളൊക്കെ നടന്നതിന്റെ പേരിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഒരു സന്തോഷമായിട്ട് മാത്രം എടുത്തിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതായത് മറ്റു അതിൽ സാധ്യതകളൊന്നുമില്ല. എവിടെയായാലും പാട്ട് പാടാൻ കിട്ടിയ അവസരം വിനിയോഗിക്കുന്നുള്ളതാണ്. അതിന് എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ്. അങ്ങനെ ഈ രംഗത്ത് വന്നിട്ട് അല്ലേട്ടന് എന്താണ് ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവങ്ങള്? അതായത് പാട്ടുമായി ബന്ധപ്പെട്ട് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ഒക്ടോബർ 13 രവീന്ദ്ര മാഷിക്ക് വേണ്ടി ഞാൻ ഒരു സമർപ്പണം നടത്തി. അദ്ദേഹത്തിന്റെ 20 പാട്ടുകൾ ഒറ്റയ്ക്ക് ഒരു വേദിയിൽ പാടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പാടി അവസാനിപ്പിച്ചു. പക്ഷെ അത് ഒരു പാട്ട് മാത്രം മാറ്റി വെക്കേണ്ടി 19 പാട്ട് പാടി. 20 പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് ചെറിയ ഒരു ആശയക്കുഴപ്പം വന്നാണ്. പക്ഷെ അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ട് തുടങ്ങി അവസാനിക്കുന്നവരെ അദ്ദേഹത്തിന്റെ ഭാര്യ ശോഭ ചേച്ചി എന്റെ നേരെ മുന്നിലുണ്ടായിരുന്നു. ജീവിതത്തിൽ എനിക്കിതിപ്പോ കോരിതിരിപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. സത്യം ജീവിതത്തില് ഇനി അങ്ങനെ ഒരു സന്തോഷ നിമിഷം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം ദൈവം കൊണ്ടുവന്നല്ലേ, അപ്പൊ ഇനിയും വരാൻ സാധ്യത ഉണ്ടാവും. അതെ, നിങ്ങളുടെ വാക്കും ഉണ്ടാവട്ടെ. അതെ, നമ്മളെ വാക്കൊന്നും പാടാവാറില്ല. അപ്പോഴേ നമുക്ക് ഏതൊക്കെ സ്റ്റേജില് ഏതൊക്കെ ചാനലിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, അതായത് ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വേദി സ്വയം ഉണ്ടാക്കിയതാണ്. എന്നെ പല ആളുകളും അസ്വസ്ഥരാക്കുന്നു തോന്നിയ നിമിഷത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ച് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണ്ടോ ഞാൻ പാട്ട് ആയി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ ഉണ്ടായതാണ്. ഇതിനുശേഷം ഒരു ഭാഗ്യമുണ്ട്. എന്റെ നല്ല സുഹൃത്ത്, ഇതേപോലെ തന്നെ നിങ്ങളെ പോലെയുള്ള ഒരു നല്ല സുഹൃത്ത് യതീന്ദ്രദാസ്, അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം മഴയിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലിലെ പാട്ടിലെ താരം എന്ന് പറഞ്ഞ പ്രോഗ്രാം കുറച്ചു കാലം മുൻപ് വന്നിട്ടുണ്ട്. അതിൽ പാടാനുള്ള ഒരു അവസരം കിട്ടി. പാടി എം ജയചന്ദ്രൻ സാറ്, മൃദുല വാര്യര്, അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി ഇവരുടെ മുന്നിൽ പാടി നല്ല അഭിപ്രായം കിട്ടി. അതിലൊരു സിൽവർ ബമ്പർ അടിച്ചു. അത് വലിയൊരു സന്തോഷമായി. അതാണ് ചാനലുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷം. വീണ്ടും മറ്റൊരു ചാനലിലും കൂടി വരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് ഏറ്റവും അന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മഴയിൽ മനോരമയിൽ എനിക്ക് രവീന്ദ്ര മാഷ പാട്ട് പാടാൻ പറ്റിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അത്. അതായത് ഒന്നില്ലെങ്കിൽ പുഴയോരമുള്ള പെണ്ണ്, അതല്ലെങ്കിൽ ഈ വികാരം നവിക്കും. പക്ഷെ അത് പാടാൻ പറ്റിയില്ല, അവരുടെ കോപ്പിറൈറ്റ് പ്രശ്നം കാരണം. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു. അതായത് ഫ്ലവേഴ്സില് ഒരുപാട് ആൾക്കാർ ഇത് പാടണം കരുതി പാടി. അങ്ങനെ ആ 2 പാട്ടും വേറൊരു പാട്ടും കൂടി ഞാൻ പാടി സന്തോഷമായിട്ട് തിരിച്ചു പോകും. നല്ല അഭിപ്രായമൊക്കെ കിട്ടി. നല്ല കാര്യം പാട്ട്. അതിന്റെ ആ വ്യൂസിന്റെ ഏകദേശം ഒരു 2.5 മില്യൺ കടന്നു എന്റെ ആ റീൽസ്. അത് വലിയൊരു സന്തോഷമാണ്. ആർക്കും അത് അറിയില്ല ശരിക്കും. എനിക്കറിയില്ല, എന്നാലും ഒരാൾ പറഞ്ഞത് ഇവിടെ എന്ന് പറഞ്ഞത്. ഞാനും അങ്ങനെ കണ്ടത് പോലെ സാറിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഞാൻ അതുകൊണ്ട് എടുത്ത് ചോദിക്കാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊരു ഭാഗ്യം. എന്തായാലും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം ബാക്കിലേക്കാവാം, അല്ലെങ്കിൽ ഇനി നമ്മൾ അതേപോലെ സാഹചര്യത്തിൽ മുന്നിലേക്കാവാം. അപ്പൊ എന്തായാലും എന്നെ ഇനി കാണുന്ന ആൾക്കാർ, നമ്മളെ കാണുന്ന സുഹൃത്തുക്കൾ, ഈ നമ്മുടെ അപ്പച്ചനെ വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു പാട്ട് പാടുകയാണ്. പാടിക്കൂടെ? ഏതാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ. കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ? മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. സത്യമിവിടെ
ശരശയ്യകളിൽ നിത്യം തൽപ്പം തിരയുന്നു സത്യമിവിടെ ശരശയ്യകളിൽ നിത്യം തൽപ്പം തിരയുന്നു മനസാക്ഷികളിൽ പൊയ്മുഖം ചാർത്തി മനുഷ്യൻ മാത്രം ചിരിക്കുന്നു സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം മനം അതു തേടി നടന്നൊരു ഭ്രാന്തൻ പ്രതിഭാസം സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം. സാറേ അപ്പം ഇനി അടുത്തൊരു രവീന്ദ്രൻ മാഷട രണ്ടുപേരും പാട്ട് കൂടെ നാലുവരി പല്ലവിയും പാടാം. എനിക്ക് അന്ന് അദ്ദേഹത്തിന്റെ ട്രിബ്യൂട്ട് കൊടുത്ത സമയത്ത് പാടാൻ പറ്റാതിരുന്ന ഒരു പാട്ടാണ്. നാലുവരി ഞാൻ പാടാം. പുഷ്പരഥമേറി വന്ന മുഗ്ധനായികേ പുഷ്യരാഗക്കൽപ്പടവിൽ രാഗിണിയായി നീ വരില്ലേ പുഷ്പരഥമേറി വന്ന മുഗ്ധനായികേ പുഷ്യരാഗക്കൽപ്പടവിൽ രാഗിണിയായി നീ വരില്ലേ മിഴികളിൽ ഒരു കനവിന്റെ ലഹരിയുമായി ചൊടികളിൽ ഒരു ചിരിയൂറും സ്മരണയുമായി പൂത്തുലഞ്ഞു കാറ്റിലാടും കണിക്കൊന്ന പോലെ നിന്നു ദീപം കയ്യിൽ സന്ധ്യാദീപം ദീപം കണ്ണിൽ താരാദീപം ആകാശപ്പൂമുഖത്താരു കൊളുത്തിയൂരായിരം കണ്ണുള്ള ദീപം ദീപം ദീപം. സാർ എത്രയൊക്കെ പാടിയില്ലേ? ഇനി എപ്പോഴും മൂടുന്ന ഒരു പാട്ട് ഒന്ന് പൊളിക്ക് നോക്കാലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറി കളപക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്റെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ കളിവെള്ളം കെട്ടിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ കളിവെള്ളം കെട്ടിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറി കളപക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. അടിപൊളി. നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ ഓരോരുത്തവരും സാറിനെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. എല്ലാം ഈ പാട്ടുകൾ മാക്സിമം ഷെയർ ചെയ്ത് സാറിനെ സപ്പോർട്ട് ചെയ്യും, സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.